പലപ്പോഴും ഈ സൈക്കോളജി പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റുകൾ തന്നെ പറയാറുണ്ട് ഈ ഒരു CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒരു ടോക്കിംഗ് തെറാപ്പിയാണ്, അല്ലെങ്കിൽ അതൊരു അഡ്വൈസ് മാത്രമാണ് എന്നുള്ളത്. പക്ഷേ എങ്കിൽ അത് ഒരു അഡ്വൈസ് മാത്രമല്ല, അല്ലെങ്കിൽ ടോക്കിംഗ് തെറാപ്പി മാത്രമല്ല അത് ഉൾപ്പെടുന്നത്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് സൈക്കോ തെറാപ്പിക് ടൂൾ തന്നെയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു യാത്രയിൽ ഒരു സുഹൃത്തിനെ കാണുന്നു. ആ സുഹൃത്ത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. ആ സമയത്ത് സുഹൃത്ത് നമ്മളെ പരിചയമുള്ള ഒരാൾ തന്നെയാണ്, മിണ്ടാതെ നമ്മൾ കടന്നു പോകുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും. അയാൾക്ക് എന്നോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ മൂഡിൽ വ്യത്യാസം ഉണ്ടാകും, ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നീട് അയാളുമായിട്ടുള്ള കണക്ഷനൊക്കെ പതിയെ പതിയെ നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതേ ഒരു അവസ്ഥയിൽ നമ്മൾ CBTയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥയെ അയാൾ തിരക്കിലായിരിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് നെഗറ്റീവ് ചിന്തകളെ നമ്മൾ കണ്ടെത്തി പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് CBT കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.